അപ്പോൾ ഇന്ന് തിരുവോണം, വലിയ ബഹളങ്ങളൊന്നുമില്ലാത്ത ഒരു കുഞ്ഞോണം. നമ്മളിൽ പലർക്കും സങ്കടങ്ങൾ ഉണ്ടായ വർഷമായിരിക്കാം ഇത്. എനിക്കും വലിയ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴാണ് പണ്ടൊരിക്കൽ എൻ്റെ പപ്പ ഒരു കാര്യം പറഞ്ഞത് ഓർമ്മ വന്നത്. നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് മനസ്സിൽ കണ്ടെത്തേണ്ടത്. അത് ഏതെങ്കിലും ഒരൊറ്റ അവസ്ഥയോ വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരാളിനെയോ ആശ്രയിച്ചായിരിക്കരുത്. അങ്ങനെയാണെങ്കിൽ ആ കണ്ടെത്തിയ സന്തോഷം മൊമെൻ്ററി ആയി പോകും. അപ്പോൾ എൻ്റെ ചെറിയ കുടുംബത്തിന് ചെറിയ സന്തോഷമായാലും അത് കണ്ടെത്താൻ ഒരു കൈ നോക്കാമെന്ന് വിചാരിച്ചു. ഓണമൊക്കെ ആണെങ്കിലും നാടൻ പച്ചക്കറികൾ എന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ല ഇന്ന്. ഈ കാണുന്ന തേങ്ങ പോലും നാടനല്ല. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, കോവിഡ് വന്ന പിന്നെ ഇന്ത്യൻ മാർക്കറ്റ് കണി കാണാൻ പോലും ഒന്നും പോയിട്ടില്ല. വേറൊന്നുമല്ല, പേടിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ അല്ലാതെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന കുറച്ച് വെജിറ്റബിൾസേ ഉള്ളൂ. പക്ഷേ ഉള്ളത് വെച്ച് ഞങ്ങളൊരു ചെറിയ സദ്യ ഉണ്ടാക്കാൻ പോവാം. ഒരു ധൈര്യത്തിന് രാവിലെ തന്നെ കർത്താവിനെ കൂട്ടുപിടിച്ചു കേട്ടോ. ദൈവത്തിന് അങ്ങനെ ഇന്ന മതമൊന്നുമില്ല. നമ്മൾ പല പേരിട്ട് വിളിക്കുന്ന ദൈവം ഒന്നല്ലേ ഉള്ളൂ. ഞാൻ ഈശോയെ എന്ന് വിളിക്കും, നിങ്ങൾ ചിലപ്പോൾ കൃഷ്ണ എന്നായിരിക്കും വിളിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ അള്ളാഹുവെന്ന്, അല്ലേ? അല്ലെങ്കിൽ ചിലപ്പം പണ്ടെൻ്റെ അമ്മച്ചിയൊക്കെ വിളിക്കുന്ന പോലെ എൻ്റെ ഈശോ മറിയ ഔസേപ്പേന്ന് നീട്ടത്തിൽ അങ്ങ് വിളിക്കും. അപ്പോൾ അറിയാം മനസ്സറിഞ്ഞങ്ങ് വിളിച്ചാണ്. ഏതായാലും കോസ്കോയിൽ നിന്ന് ഈ പ്രാവശ്യം വലിയ 2 തേങ്ങ കിട്ടി. കടയിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ തേങ്ങയ്ക്ക് ചുറ്റും ചെറിയൊരു ക്രാക്ക് അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊട്ടിക്കാൻ ഞങ്ങൾ ബുദ്ധിമുട്ടിയില്ല. ഇതുപോലെ ചുറ്റിക വെച്ച് 2 കൊട്ട് കൊടുത്താൽ മതിയായിരുന്നു. ഇതിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ടായിരുന്നു കേട്ടോ. അതൊരു സ്ട്രോ വെച്ച് ആദ്യമേ കുടിച്ചായിരുന്നു. ഇത് കണ്ടില്ലേ, ജെനുവൻ കോക്കനട്ടാണെന്ന്. അപ്പോൾ ഇനി ജെനുവൻ അല്ലാത്ത കോക്കനട്ട് ഉണ്ടാവുമോ? ഏതായാലും ഇങ്ങനെ എൻഗ്രേവ് ചെയ്ത തേങ്ങ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇന്ന് തോരൻ ബ്രോക്കലിയും കൊണ്ടാകാമെന്ന് കരുതി. പക്ഷേ ഈ മാറ്റി വെച്ചേക്കുന്ന തണ്ടുണ്ടല്ലോ, അത് നീളത്തിലരിഞ്ഞ് ഞാൻ അവിയലിലേക്ക് ഇടാനാണ് പരിപാടി. കാര്യം നമുക്ക് ആകെ കുറച്ച് പച്ചക്കറികളല്ലേ ഉള്ളൂ. അപ്പോൾ ഉള്ളത് വെച്ചൊക്കെ ഒപ്പിക്കുകയാണ്. പിന്നെ തണിമത്തിൻ്റെ ഈ പച്ച പോർഷൻ ഇതുപോലെ മുറിച്ച് മാറ്റുവാണ്. ഇത് വെച്ച് പെട്ടെന്നൊരു കൂട്ടുകറി ഉണ്ടാക്കിയെടുക്കാം. തണിമത്തൻ വേറെ കഷ്ണങ്ങളൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഉപയോഗിച്ചെങ്കിലും ഇനി ഒരിക്കലും ഞാൻ തണിമത്തിൻ്റെ തോട് കളയില്ല. കാരണം നല്ല രുചിയുള്ള വറുത്തരച്ച കൂട്ടുകറി ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ ഇനി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ചെറിയ സദ്യവട്ടങ്ങളൊക്കെ നമുക്ക് കാണാം. പപ്പടം, അച്ചാർ, ഇച്ചിരി നെയ്യ്, പരിപ്പ് കറി, ബ്രോക്കലി കൊണ്ടുള്ള തോരൻ, പിന്നെ ഇന്നത്തെ ഹൈലൈറ്റ് ആയിരുന്നു നമ്മുടെ തണ്ണിമത്തം വെച്ച് വറുത്തരച്ച കൂട്ടുകറി, ക്യൂക്കമ്പർ പച്ചടി, പിന്നെ അവിയലും. പായസം ഈ പ്രാവശ്യം വേണ്ടാന്ന് തന്നെ വെച്ചു. ഈ കോടുകാലമൊക്കെ ഒന്ന് മാറട്ടെ, അപ്പോൾ ആകല്ലേ. പിന്നെ ചെറിയൊരു പൂക്കളം ഇടണമെന്നുണ്ട്. വീട്ടിൽ തന്നെ ഉണ്ടായ പൂവൊക്കെ പറിക്കാൻ മക്കളെയും കൂട്ടുപിടിച്ച കേട്ടോ. അവർക്കും ഓണമായിട്ടൊരു രസം, അത്രേ ഉള്ളൂ. Do that. Thank you. അപ്പോൾ സദ്യയൊക്കെ കഴിഞ്ഞു. ഞങ്ങളൊരു ഡ്രൈവിന് പോവാണ് കേട്ടോ. നിങ്ങളെയും കൂടെ കൂട്ടാമെന്ന് കരുതി. അപ്പം പോവാം. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വലിയ ദൂരമൊന്നുമില്ല ഇങ്ങോട്ട്. പക്ഷേ ഇന്നാണ് ഈ വഴിയിലോട്ടൊന്ന് തിരിയാൻ തോന്നിയത്. എത്ര പേർക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഇഷ്ടമാണെന്നറിയില്ല, പക്ഷേ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒന്നും പറയാനില്ല, അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു.
അടുത്ത വർഷം ഇതിനേക്കാൾ നല്ല ഓണമായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, പ്രതീക്ഷിക്കാം. നിങ്ങൾക്കിത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പിന്നെയും കാണാം വേറൊരു വീഡിയോയിൽ. Lots of love and God bless.